ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു ടേണബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ക്യാരക്ടർ ഉണ്ട്. ഈ ഒരു ക്യാരക്ടർ ഞാൻ മോഡൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോയിൽ കാണിക്കുമ്പോൾ എല്ലാ സൈഡും കാണിക്കണം. അതാണ് നമ്മൾ ടേണബിൾ ആയിട്ട് നമ്മൾ പോർട്ട്ഫോളിയോ സബ്മിറ്റ് ചെയ്യണത്. ഞാനിപ്പോൾ 4 അടിച്ച ശേഷം നമുക്കിതിൻ്റെ അകത്ത് ഫ്രെയിംസ് ഒരു 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആക്കുന്നു. അതിനുശേഷം നമുക്കിതിനെ ഒരു 500 ഫ്രെയിം ആക്കുന്നു. എന്നിട്ട് ഇതിനെ ഡ്രാഗ് ചെയ്ത് 500 ഫ്രെയിമിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് Maya 2024 ആണ്. സോ ഇതാണ് നമ്മുടെ മെയിൻ ജോയിൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പോളിഗൺ എടുത്തിട്ട് നമുക്കൊരു സർഫസ് ജസ്റ്റ് വെച്ച് കൊടുക്കാം. സർഫസ് ഓക്കെ വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു ലൊക്കേറ്റർ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ലൊക്കേറ്റർ. ഓക്കെ, ലൊക്കേറ്റർ ഞാനൊന്ന് വലുതാക്കി മൂവ് ചെയ്ത് വെച്ചു. അതിനുശേഷം അതും ജോയിൻറ്റും കൂടെ സെലക്ട് ചെയ്തിട്ട് പ്രസ് പി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ലൊക്കേറ്ററിനാണ് ഇത് പാരൻ്റ് ചെയ്യേണ്ടത്. സോ ജോയിൻറ്റ് സെലക്ട് ചെയ്യുക, ലൊക്കേറ്റർ സെലക്ട് ചെയ്യുക. അപ്പോൾ അഥവാ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം കൂടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. സെലക്ട് ചെയ്യുക, ലൊക്കേറ്റർ സെലക്ട് ചെയ്യുക, പ്രസ് പി. അപ്പോൾ താഴത്തെ ആ ഒരു ഗ്രിഡിൽ സെലക്ട് ചെയ്യാൻ പാടില്ല, പി അടിക്കുക. ഓക്കെ, അപ്പോൾ ഫുൾ പാരൻറ്റും ഇതിലാണ് ഇരിക്കുന്നത്. ഞാൻ 5 അടിച്ചു, 6 അടിച്ചു. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് കറങ്ങേണ്ടത്, ഈ ക്യാരക്ടറാണ് എനിക്ക് കറങ്ങേണ്ടത്. സോ ഞാൻ ഇതിവിടെ വെച്ചിട്ട് ഓക്കെ, ക്യാമറയൊന്നും നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഈ ക്യാമറ റെൻഡർ ചെയ്താലും ഒരു കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ടൂൾസ് പ്രോയിൽ കയറുന്നു. ടൂൾസ് പ്രോയിൽ ഇതിൽ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ടേണബിൾ. അപ്പോൾ ടേണബിളിൻ്റെ ഒരു മെനു നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ അകത്ത് സ്റ്റാർട്ട് ഫ്രെയിം 0, എൻഡ് ഫ്രെയിം ഞാൻ 200 കൊടുത്തു. അതിന് ആംഗിൾ -90. ഞാൻ അതിൻ്റെ അകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ടേണബിൾ ഫോർ സെലക്റ്റഡ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കീ ഫ്രെയിം 500 ആണെന്നുണ്ടെങ്കിലും 200 മാത്രം എടുത്തിട്ട് അത് പ്ലേ ആവും. അപ്പോൾ ഞാൻ 200 മാറ്റിയിട്ട് ഞാൻ 100 ആക്കി കഴിഞ്ഞാൽ ക്രിയേറ്റ് ടേണബിൾ കൊടുത്താൽ ഇതിങ്ങനെ മൂവ് ആവും. ഓക്കെ, അപ്പോൾ ഫ്രെയിംസിൻ്റെ ഇത് കൂടുന്തോറും 50 ആക്കി കഴിഞ്ഞാൽ ക്രിയേറ്റ് ടേണബിൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലവണ്ണം സ്പീഡിലായിരിക്കും അത് പ്ലേ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ കണ്ടാൽ മതി അല്ലേ. അപ്പോൾ അതിനനുസൃതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 200 250 കൊടുത്തിട്ട് പ്ലേ ചെയ്യുക. അതേപോലെ ഓട്ടോ ടൈം ചെയ്യാം. ആംഗിൾ ഓഫ്സെറ്റ് 90 ആക്കാം, -90യും 90. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും, അത്രേ ഉള്ളൂ. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൊട്ടേഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പ്ലേ ബ്ലാസ്റ്റ് അടിച്ചാൽ നമുക്കറിയാൻ പറ്റും കറക്റ്റ് അത് പ്ലേ ആവുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതാ ഇതിൻ്റെ അകത്ത് ഞാനൊന്ന് ക്യാൻസൽ ചെയ്ത് കൊടുത്തു. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ നമ്മുടെ ബേസിക് ആയിട്ടുള്ള അനിമേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും.